ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു കാർട്ടൂൺ കാണാനിടയായി. അത് കണ്ടപ്പോൾ വളരെ കൗതുകം തോന്നി. പാലക്കാരുടെ ഒരു രാഷ്ട്രീയ കാർട്ടൂണാണത്. കഴിഞ്ഞ 6 വർഷം, അതിനും പ്രത്യേകിച്ച് 5 വർഷം പാലായിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംഘർഷാവസ്ഥയുടെ നേർരൂപമായിരുന്നു ആ കാർട്ടൂൺ. ഇതാണ് ആ കാർട്ടൂൺ. പാല MLA മാണി സി കാപ്പനോടുള്ള ചോദ്യമാണത്. MLAയുടെ പരിഗണനയ്ക്ക് ഇന്ന് നടക്കുന്ന സംസ്ഥാന ബഡ്ജറ്റിലേക്ക് താങ്കൾ പാലായ്ക്ക് വേണ്ടി നൽകിയ നിർദ്ദേശങ്ങൾ ബഡ്ജറ്റ് വായിക്കും മുൻപ് പ്രസിദ്ധീകരിക്കാമോ? ബഡ്ജറ്റ് കഴിഞ്ഞ് താങ്കളാണെന്ന് പറയുന്ന ആ പതിവ് ഇത്തവണ ഒഴിവാക്കാം. എങ്ങനെ? ഇതാണ് കാർട്ടൂണിൽ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? പല ബഡ്ജറ്റ് അവതരണ ദിവസങ്ങളിലും കാപ്പൻ പാലായിൽ തിരികൊളുത്തലുമായി കറങ്ങുകയായിരുന്നു. ബജറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം മാധ്യമങ്ങളിൽ വരുന്ന ബജറ്റ് നിർദ്ദേശങ്ങൾ പകർത്തി തൻ്റെ പേരിൽ പത്രങ്ങൾക്ക് കൊടുക്കുകയാണ് പതിവ്. ആ പണി ഇത്തവണ ഒഴിവാക്കണമെന്നാണ് കാർട്ടൂൺ പറയുന്നത്. കഴിഞ്ഞ 7 വർഷമായി പാലായിൽ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് ജോസ് കെ മാണിയാണെന്നാണ് കാപ്പൻ ആണയിട്ട് പറഞ്ഞ് തലയൂരുന്നത്. അത് സ്ഥിരം ഒരു ഏർപ്പാടാണ്. പറയുന്നതിൽ പല കാര്യങ്ങളും തെളിവ് സഹിതം തെറ്റാണെന്ന് മാണി ഗ്രൂപ്പുകാർ പുറത്തു കൊണ്ടുവരും. പക്ഷെ അതിനൊരു റഫറി ഇല്ലാത്തത് കൊണ്ട് ദിനംപ്രതി ശരിയും തെറ്റും വിധിക്കാൻ ആളില്ലാതെ പോയി. ഏതായാലും പദ്ധതികളൊന്നും കാപ്പൻ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും സർക്കാർ വീതത്തിൽ പാലായിലേക്ക് വരുന്ന പദ്ധതികളെല്ലാം താൻ ചോദിച്ചു വാങ്ങി കൊണ്ടുവരുന്നതാണെന്ന് പറഞ്ഞ് കാപ്പൻ ഗോളടിക്കുന്നതാണ് പാലക്കാരുടെ പരാതി. മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായി പ്രത്യേകം ചർച്ച നടത്തിയാണ് പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നതെന്നും തട്ടിവിടും. ഈ ചർച്ച മാത്രം ഒരു CCTVയിലും പതിഞ്ഞിട്ടുണ്ടാവില്ലെന്ന് ജോസിന്റെ അനുയായികളും തട്ടിവിടും. അവസാനം സംഭവിച്ച ഒരു സംഗതി പറയാം. ഏറ്റവും ഒടുവിൽ പാലാ ജനറൽ ആശുപത്രിയുടെ മുന്നിലൂടെയുള്ള റോഡ് അത് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ജോസ് കെ മാണിയുടെ ശ്രമഫലമായി ധനകാര്യമന്ത്രിയെ കണ്ട് നിവേദനം നൽകി. കഴിഞ്ഞ ബഡ്ജറ്റിൽ അതിലേക്ക് 2 കോടി ഫണ്ടും അനുവദിച്ചു. നിവേദനത്തിന്റെ കോപ്പിയും ജോസ് പുറത്തുവിടുകയും ചെയ്തു. തുടർന്ന് നടപടിക്ക് ഉദ്യോഗസ്ഥരുടെ യോഗവും വിളിച്ചു ചേർത്തു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി കാപ്പൻ കളത്തിലിറങ്ങി. സർക്കാർ അറിയാതെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് 1 മുഴം റിബണുമായി റോഡിന്റെ ഉദ്ഘാടനം അങ്ങ് നടത്തി. അതിലേറ്റവും കൗതുകകരമായി തോന്നിയത് ഉദ്ഘാടനത്തിന് ആളെ വിളിച്ചു കൂട്ടിയത് കാപ്പൻ തന്നെയാണെന്നുള്ളതാണ്. സാധാരണഗതിയിൽ സർക്കാരിന്റെ ഒരു നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ അത് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് സാധാരണ ഇൻവിറ്റേഷനൊക്കെ അടിച്ച് ആളുകളെ ക്ഷണിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒന്നും നടന്നില്ല. യോഗത്തിന് പ്രോട്ടോക്കോളോ ഔദ്യോഗിക നടപടിക്രമങ്ങളോ നോട്ടീസോ ഒന്നും ഉണ്ടായിരുന്നില്ല. PWDക്കാർ തിരിഞ്ഞു നോക്കിയതുമില്ല. ആ സാമാന്യ അറിവോ ബോധമോ ഇല്ലാത്തവരാണ് പാലായിലെ മാണി ഗ്രൂപ്പിലെയും CPMന്റെ പോലും ചില കൗൺസിലർമാരും. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ദയവായി സർക്കാർ കിലയിൽ നടത്തുന്ന ട്രെയിനിങ്ങിൽ ഇങ്ങനെയുള്ള പ്രാഥമിക അറിവുകളെങ്കിലും ഈ കൗൺസിലർമാർക്ക് പകർന്നു കൊടുക്കണം. പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ടെന്ന് ഇവരെ ആര് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും? കാപ്പൻ നടത്തിയ സ്വകാര്യ ഉദ്ഘാടന ചടങ്ങിൽ മലരും പറയുമൊക്കെ എഴുന്നള്ളിച്ച് നിന്നിരുന്നത് മാണി ഗ്രൂപ്പിലെയും പ്രമാണിമാരായ ചില കൗൺസിലർമാരാണ്. ഫോട്ടോ മാനിയുള്ള ചില മാണി കൗൺസിലർമാർ എല്ലാം അവരാണ് മംഗളകരമാക്കിയത്. ആകെ പങ്കെടുത്ത 30 പേരിൽ 18 പേരും ഇടതുമുന്നണിക്കാർ. ഒരു മാണി ഗ്രൂപ്പിലെ കൗൺസിലർ മാത്രമാണ് അതിൽ പങ്കെടുക്കാതെ മാറി നിന്നതെന്നാണ് ലഭ്യമായ വിവരം. അതിനർത്ഥം പാലായിലെ മുനിസിപ്പൽ കൗൺസിലിലെ മാണി ഗ്രൂപ്പിലുള്ള 10 പേരിൽ ഒരാൾക്ക് മാത്രമേ വിവരമുള്ളൂ എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ മാണി ഗ്രൂപ്പിലെ 10-1, അതായത് 10% പ്രവർത്തകർക്ക് മാത്രമേ വിവരമുള്ളൂ. ഞാൻ ആരെയും അടച്ചാക്ഷേപിച്ചതല്ല. പിന്നെ എങ്ങനെയാ ഈ മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥികൾ അവിടെ തോൽക്കാതിരിക്കുന്നത്? കാപ്പനൊപ്പവും ജോസിനൊപ്പവും എന്ന ചില മാണി ഗ്രൂപ്പുകാരുടെ വിവരമില്ലായ്മയാണ് കാപ്പന്റെ വിജയവും ജോസിന്റെ തോൽവി. പരാജയപ്പെട്ടവനാണ് പാലായിൽ കാര്യങ്ങൾ നടത്തുന്നതെങ്കിലും അത് ജനങ്ങളെ അറിയിക്കുവാൻ പാലായിലെ മാണിക്കാർക്ക് കഴിയുന്നില്ല. അതോർത്ത് ദുഃഖിക്കുകയാണ് പാലാക്കാർ.